അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. വെൽക്കം ടു ടെത്രോഷൻ ആൻഡ് വുഡ പ്രോജക്റ്റ്. നമുക്കൊരു സെക്കൻഡ് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. താങ്ക് യു. താങ്ക് യു വെരി മച്ച്. അപ്പോൾ എല്ലാവർക്കും വൺസ് അഗെയിൻ വെൽക്കം ടു ടെത്രോഷൻ ഫാമിലി, ടെത്രോഷൻ ബിസിനസ് പ്രോജക്റ്റ്. ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ബിസിനസ് സിസ്റ്റം. കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് മാർക്കറ്റിൽ ഒരു കൊല്ലത്തിന് മേലെയായി, 13 months കംപ്ലീറ്റ് ചെയ്തു. ഇതുവരേക്കും വന്നിട്ടുള്ള ആ ഒരു പ്രോഗ്രസ് വളരെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് പൊട്ടൻഷ്യൽ നമ്മൾ ഈ സിസ്റ്റത്തിൽ കണ്ടിട്ടുണ്ട്. ഇതുവരേക്കും കേൾക്കാത്തൊരു പ്രോജക്റ്റ് ആണ് ഈ ടെത്രോഷൻ എന്ന് പറയുന്ന ബിസിനസ് പ്രോജക്റ്റ്. ആ ടെത്രോഷൻ ബിസിനസ് പ്രോജക്റ്റിലേക്ക് കഴിഞ്ഞ ഒരു മാസത്തിന് മുന്നേ ഒരു പ്രോജക്റ്റും കൂടി നമ്മൾ ആഡ് ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ പേരാണ് ടോവ എന്ന്, ടെത്രോഷൻ വെർച്വൽ അസറ്റ്. അപ്പൊ എന്താണ് ടെത്രോഷൻ എന്നും ടെത്രോഷന്റെ സിസ്റ്റം എന്താണെന്നും കുറെ പേർക്ക് അറിയാം, കുറെ പേർക്ക് അറിയില്ല. അപ്പോൾ ബേസിക്കലി ടെത്രോഷൻ എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാം നമ്മൾ കഴിഞ്ഞ കൊല്ലം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള പ്രോഗ്രാം, അതിന്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടെത്രോഷൻ മാർക്കറ്റിൽ വന്നിട്ടുള്ള കുറേ പ്രോബ്ലംസിന് ഒരു സൊല്യൂഷനാണ്, ഒരു ശാശ്വതമായിട്ടുള്ള ഒരു സൊല്യൂഷൻ വേണമെങ്കിൽ പറയാം. നമ്മൾ അതിനനുസരിച്ചാണ് ഈ ഒരു പ്രോജക്റ്റിനെ നമ്മൾ ഡെവലപ്പ് ചെയ്തത്. ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലെ ഫസ്റ്റ് തിങ്, ഇത് ഒരിക്കലും ഒരു സ്കാം ആവാൻ പാടില്ല. സ്കാം ആവാത്ത രീതിയിൽ നമുക്ക് ഇതിനെ എങ്ങനെ പോവാം. ഇതൊരു പ്യുവർ കാൽക്കുലേഷൻ, മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ ഉള്ള ഒരു സിസ്റ്റമാണ്. വളരെ ഈസി ആയിട്ട് സ്മൂത്ത് ആയിട്ട് ഈ കഴിഞ്ഞ ഒരു കൊല്ലം 13 മാസമായിട്ട് റൺ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ മെയിൻ അഡ്വാൻറ്റേജുകളും എന്താണ് ആ സിസ്റ്റം എന്നുള്ളതും ആണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. മെയിൻ അഡ്വാൻറ്റേജ് ഇൻ ഇൻവെസ്റ്റിംഗ് ഇൻ ടെത്രോഷൻ ഓഫേഴ്സ് എ യൂണിക് കോമ്പിനേഷൻ ഓഫ് ബെനിഫിറ്റ്സ്. 100% അസറ്റ് വാല്യൂ. ഈ ടോവ എന്ന പ്രോജക്റ്റില്, നമ്മുടെ മുന്നത്തെ പ്രോജക്റ്റിൽ നമുക്ക് 35% ആയിരുന്നു അസറ്റ് വാല്യൂ കൊടുത്തിരുന്നത്. പുതിയ പ്രോജക്റ്റിൽ നമ്മൾ 100% അസറ്റ് വാല്യൂ ആണ് നമ്മൾ കൊടുക്കുന്നത്. കോൺട്രിബ്യൂഷൻ ടു ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൽ വരുന്ന, ഈ പുതിയ പ്രോജക്റ്റിൽ വരുന്ന റവന്യൂവിന്റെ 20% സ്ട്രേറ്റ് അവേ ടെത്രോഷൻ സിസ്റ്റത്തിലുള്ള ഒരു ലിക്വിഡിറ്റി പൂൾ ഉണ്ട്. ആ ലിക്വിഡിറ്റി പൂളിലേക്ക് പോകും. അവിടെയാണ് ഇതിന്റെ പ്രൈസ് കൂടുന്നത്. വാങ്ങിയാലും വിറ്റാലും വില കൂടുന്ന ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നത് നമ്മുടെ ആദ്യത്തെ പ്രോജക്റ്റ് ആയിട്ടുള്ള ടെത്രോഷനിലാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അതിൽ നിന്നാണ് ഈ ടോവ കണക്ട് ചെയ്തേക്കുന്നത്. അതിലേക്ക് വരാം. അപ്പൊ ഇതിന്റെ പ്രൈസ് ഇൻക്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടെത്രോഷനിൽ ഒരു ഗ്രോത്ത് ഉണ്ടായിരുന്നു. അതായത് ഈ പറയുന്ന എമൗണ്ടുകളെല്ലാം ടെത്രോഷനിൽ ബൈയും സെല്ലും ചെയ്താൽ അവിടെ പ്രൈസ് വർദ്ധിക്കും. ടോവയിൽ ബൈ ചെയ്താൽ പ്രൈസ് വർദ്ധിക്കും. മാർക്കറ്റ് പ്ലേസ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം കൂടി ഇതിനകത്തുണ്ട്. ബൈയും സെല്ലും നടക്കുന്ന ഒരു സിസ്റ്റം. അതിൽ നിന്ന് കിട്ടുന്ന റവന്യൂ വെച്ചിട്ടും ഇതിന്റെ പ്രൈസ് കൂടും. അപ്പൊ എല്ലാ പ്രൈസും കൂടുന്നത് ഫസ്റ്റ് ടെത്രോഷൻ എന്ന് പറയുന്ന പ്രോഗ്രാമിലാണ്. ആ ടെത്രോഷനിൽ ഒരു പൈസ കൂടിയാൽ ടോവയിൽ 5 പൈസ കൂടും. ദാറ്റ് ഇസ് 5 times ആണ് അതിന്റെ ലോക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. ആ ഒരു റേറ്റ് അപ്രിസിയേഷൻ എന്ന് പറയുന്നത് 5 times ആണ്. അപ്പൊ അവിടെ 1 രൂപ കയറിയാൽ ഇവിടെ 5 രൂപ കയറും, $1 കയറിയാൽ ഇവിടെ $5 കയറും. അതുപോലെയാണ് അത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പൊ എന്ത് റവന്യൂ വന്നാലും ആ റവന്യൂ എല്ലാം അതിന്റെ 20% നേരെ പോകുന്നത് ടെത്രോഷന്റെ ലിക്വിഡിറ്റി പൂളാണ്. ഓൾറെഡി ടെത്രോഷൻ മെമ്പേഴ്സിന് അതൊക്കെ വ്യക്തമായിട്ട് അറിയാം. ഇപ്പോഴും നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ $1 lakh മേലിൽ ആ പറയുന്ന പൂളിൽ ഇപ്പോഴും ലൈവായിട്ടുണ്ട്. അപ്പൊ അവിടുത്തെ സപ്ലൈയും അവിടുത്തെ ലിക്വിഡിറ്റിയും തമ്മിലുള്ള ആ ഒരു കാൽക്കുലേഷൻ ആണ് ആ ഒരു പ്രൈസ്. ആ പ്രൈസിന്റെ 5 times ആയിരിക്കും ഇവിടുത്തെ പ്രൈസ്. ഈ രണ്ട് പ്രോജക്റ്റും തമ്മിലുള്ള ബേസിക് ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രോജക്റ്റ് നമ്മുടെ ട്രഡീഷണൽ സ്റ്റൈലിൽ പറയാനാണ് ഉദ്ദേശിക്കുന്നത്. ഒരു പ്രോജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബാങ്കിങ് സിസ്റ്റം പോലെയാണ്. ബാങ്കിങ് സിസ്റ്റം എല്ലാവർക്കും അറിയാം. നമ്മൾ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ആ ബാങ്കിൽ നിന്ന് തന്നെ നമ്മൾ റിട്ടേൺസ് എടുക്കുന്നു. മെച്യൂരിറ്റി കഴിയുമ്പോൾ നമ്മൾ ആ ബാങ്കിൽ നിന്ന്, ഇപ്പോൾ ഒരു FD ആണെങ്കിൽ നമ്മൾ ആ FD റിട്ടേൺ എടുക്കുന്നു. നേരെ മറിച്ച് അതേപോലെ തന്നെ സൈമിൾട്ടേനിയസ്ലി നമ്മുടെ നാട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് സ്റ്റോക്ക് മാർക്കറ്റ്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിന്റെ സിസ്റ്റം ബാങ്കിങ്ങിനെക്കാളും ടോട്ടലി ഡിഫറെന്റ് ആണ്. നമ്മൾ ഈ സ്റ്റോക്ക് മാർക്കറ്റിന്റെ സിസ്റ്റമാണ് നമ്മൾ ഈ ടെത്രോഷന്റെ ഈ ബാങ്കിങ് സിസ്റ്റമായിട്ട് കണക്ട് ചെയ്തേക്കുന്നത്. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനകത്തൊരു മാർക്കറ്റ് പ്ലേസ് ഉണ്ട്. നമ്മൾ ഇതിനകത്ത് വാങ്ങിക്കുന്ന യൂണിറ്റുകളെല്ലാം നമുക്ക് മാർക്കറ്റ് പ്ലേസിൽ ബൈയും സെല്ലും ചെയ്യാം. അപ്പൊ ഇവിടെ കമ്പനിയിലേക്ക് വരുന്ന പണം, ആ പണത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് അതിന്റെ കമ്മീഷൻ സ്ട്രക്ചറും അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമാണ് കമ്പനിയുടെ സിസ്റ്റത്തിൽ നിന്ന് പോകുന്നത്. ഇപ്പൊ നമുക്ക് ഷെയർ മാർക്കറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഷെയർ മാർക്കറ്റ് വർക്ക് ചെയ്യുന്ന രീതി നമുക്ക് മനസ്സിലാക്കേണ്ടതാണ്. ഷെയർ ഇഷ്യൂ ചെയ്യുന്ന ഒരു കമ്പനി ഉണ്ടാവും. ആ ഷെയർ ഇഷ്യൂ ചെയ്യുന്ന കമ്പനി ആയിരിക്കും ആദ്യകാലത്ത് ഈ പണം കളക്ട് ചെയ്യുന്നത്. അത് അവരുടെ വെൽഫെയറിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ആ ഒരു കമ്പനിയുടെ, ഇപ്പൊ ബാങ്ക് ആയിരിക്കാം, ഏത് സ്ഥാപനമാണെങ്കിലും ആ സ്ഥാപനത്തിന്റെ വെൽഫെയറിന് വേണ്ടിയിട്ടായിരിക്കും ആ ഫണ്ട് യൂസ് ചെയ്യുക.
ഓക്കെ. അതുപോലെ തന്നെ അവിടെ കസ്റ്റമർ വാങ്ങിച്ചിട്ടുള്ള യൂണിറ്റ്സ് അല്ലെങ്കിൽ ഷെയറുകൾ നമ്മൾ മാർക്കറ്റിൽ, ദാറ്റ് ഇസ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ആണ് നമ്മളത് സെല് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ രണ്ട് രണ്ട് തരത്തിലാണ് നമുക്ക് വേണമെങ്കിൽ ഈ പറയുന്ന പേരന്റ് കമ്പനിയിൽ നിന്ന് നമുക്ക് ഷെയർ വാങ്ങിക്കാം. ഒരു പരിധി, ഒരു സമയം ഉണ്ട് അതിന്. ആ സമയം വരെ നമുക്ക് അവിടുന്ന് വാങ്ങിക്കാം. കുറച്ച് ലോവർ റേറ്റിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, അല്ലെങ്കിൽ കുറച്ച് ബോണസുകൾ കാര്യങ്ങൾ കിട്ടും. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആ കമ്പനിക്കല്ല നമ്മൾ തിരിച്ചു കൊടുക്കുന്നത്. ഇത് ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പബ്ലിക് മാർക്കറ്റിലാണ് പിന്നെ അത് ട്രേഡഡ് ആവുന്നത്. അങ്ങനെ അതിന്റെ പ്രൈസ് കൂടുന്നു. നമ്മൾ അതിന് വ്യത്യസ്തമായിട്ടുള്ള ഒരു സിസ്റ്റമാണ് നമ്മൾ കൊടുന്നേക്കുന്നത്. ഇവിടെ എല്ലാം ഈ ഒരു സിസ്റ്റത്തിന്റെ ഉള്ളിൽ തന്നെയാണ്. 100% ഇതൊരു കൺട്രോൾഡ് ഗ്രൂപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇത് നമുക്ക് മാർക്കറ്റായിട്ടോ ഇന്റർനാഷണൽ മാർക്കറ്റായിട്ടോ ഒരു മാർക്കറ്റായിട്ടോ നമുക്കൊരു ബന്ധവും ഇതിനകത്തില്ല. നമ്മൾ ഇതിലുള്ള യൂണിറ്റ് നമുക്ക് പുറത്തു കൊണ്ടുപോയി വിൽക്കേണ്ട ആവശ്യം വരുന്നില്ല. എല്ലാം ഇതിനകത്ത് തന്നെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് ഇതിനകത്ത് എല്ലാ ഓപ്പറേഷൻസും, ബൈ സെൽ, എല്ലാ കാര്യങ്ങളും, അതുപോലെ തന്നെ യൂണിറ്റുകൾ നമുക്ക് പുതിയതായിട്ട് പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ ഓൾറെഡി സർക്കുലേഷനിൽ കിടക്കുന്ന യൂണിറ്റ്സ് നമുക്ക് പർച്ചേസ് ചെയ്യാം. ഇതെല്ലാം ഈ സിസ്റ്റത്തിന്റെ ഉള്ളിൽ തന്നെ നടക്കും. ഓക്കെ. അപ്പോ ഇനി നമുക്കിവിടെ ടെതർ ലിക്വിഡിറ്റി എന്ന് പറയുന്നത്, ഇത് നമ്മൾ ഈ പ്രോജക്റ്റ് ടോവ തുടങ്ങുന്ന സമയത്തുള്ള വാല്യൂ ആണ് $70,000. ഇന്നിപ്പോ $1.25 ലക്ഷം മുകളിലാണ് ഉള്ളത്. അപ്പൊ $70,000 ഉള്ള സമയത്ത് നമുക്ക് 2,80,000 യൂണിറ്റുകൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് നമുക്ക് 1.25 എന്ന് പറയുന്ന ഒരു റേറ്റ് ആണ് അന്ന് നമ്മൾ ആവറേജ് കാൽക്കുലേഷൻ എടുത്താണ്. ആക്ച്വലി നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ 1.2 ആയിരുന്നു. ഇതിൽ കൊടുത്തേക്കുന്നത് 1.25 ആണ്. അപ്പൊ സിമ്പിൾ കാൽക്കുലേഷൻ ആണ്. 70,000 ഡിവൈഡഡ് ബൈ 2,80,000 എന്ന് പറയുന്നത്, അതിൽ വരുന്ന പ്രൈസ് ആണ് 0.25 എന്ന് പറയുന്നതാണ് ടെത്രോഷനിലെ യൂണിറ്റിന്റെ പ്രൈസ്. അതിന്റെ 5 ഇരട്ടിയാണ് 1.25 എന്ന് പറയുന്ന ടോവയിലെ പ്രൈസ്. നമ്മൾ 18th സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 1.2 നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്, 1.25 അപ്പൊ അതായിരുന്നു അന്നത്തെ വാല്യൂ. ബട്ട് ഇന്ന് കയറി ഇതിൽ നിന്ന് വരുന്ന ഇൻപുട്ടുകളെല്ലാം, ഇതിൽ നിന്ന് വരുന്ന റവന്യൂ എല്ലാം അതിലേക്ക് പമ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് $1.25 ലക്ഷം മുകളിലേക്ക് ഈ പറയുന്ന വാല്യൂ, ഈ ലിക്വിഡിറ്റി ഇപ്പോൾ ലൈവിലുണ്ട്. കോയിൻസിന്റെ എണ്ണം, ഒരുപാട് ആൾക്കാർ അതിൽ നിന്ന് സെല്ല് ചെയ്തപ്പോൾ കോയിൻസിന്റെ എണ്ണം കുറഞ്ഞ് ഏകദേശം 2.25 ലക്ഷത്തിന്റെ അടുത്തേക്ക് കുറയുകയും ചെയ്തു. അപ്പൊ ഇങ്ങനെ വരുന്ന ഒരു സംഭവത്തിൽ വീണ്ടും പ്രൈസ് കൂടുക അല്ലാതെ കുറയുന്ന ഒരു സിസ്റ്റം ഇല്ല. മറ്റെല്ലാ നമ്മൾ കോയിൻ ബേസ് ചെയ്തിട്ടുള്ള എല്ലാ പ്രോഗ്രാമിലും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബൈ ചെയ്യുമ്പോൾ മുകളിലേക്ക് പോകും, പ്രൈസ് മുകളിലേക്ക് അപ്രിഷിയേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ സെല്ല് ചെയ്യുമ്പോൾ അവിടെ യൂണിറ്റ്സ് ബേൺ ആവുന്നില്ല. നമ്മുടെ സിസ്റ്റത്തിൽ യൂണിറ്റ്സ് ബേൺ ആവും, അവരുടെ സിസ്റ്റത്തിൽ യൂണിറ്റ്സ് ബേൺ ആവില്ല, സർക്കുലേഷൻ മാത്രമായിരിക്കും. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഈ ബേൺ ചെയ്തിട്ടാണ് നമ്മൾ ഈ യൂണിറ്റുകളുടെ സപ്ലൈ കുറച്ച് സെല്ല് ചെയ്യുന്നതോറും യൂണിറ്റിന്റെ സപ്ലൈ കുറഞ്ഞു വരും, വാങ്ങുമ്പോൾ കൂടി വരും. അപ്പൊ ആ ഒരു അതിന്റെ ഒരു പ്രപ്പോർഷൻ ആണ് ഈ പറയുന്ന പ്രൈസ് മുകളിലേക്ക് പോകാനുള്ള കാരണം ടെതറോഷനില്. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, അതിന്റെ 5 times ബെഞ്ച് മാർക്ക് ആണ് നമ്മൾ ടോവയിലെ പ്രൈസ് വെച്ചേക്കുന്നത്. ഓക്കെ. ഇനി സ്മാർട്ട് കോൺട്രാക്ട്, ന്യൂ ടോവ സ്മാർട്ട് കോൺട്രാക്ട് ബൈ $2 ലക്ഷം വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് പ്രൈസ്, നമുക്ക് അവിടെ ലിക്വിഡിറ്റി ഒറ്റയടിക്ക് 1,10,000 ആവും. 1,10,000 ആയി കഴിഞ്ഞാൽ 70,000 നേരത്തെ ഉണ്ടായിരുന്നു, പ്ലസ് ഒരു 40,000. കാരണം 2 ലക്ഷത്തിൽ നിന്ന് 20% എമൗണ്ട് ആണ് ഈ പറയുന്ന ടെത്രോഷനിലേക്ക് പോകുന്നത്. അപ്പൊ ഓൾറെഡി അവിടെ 70 ഉണ്ടായിരുന്നു, ആ 70 പ്ലസ് 40, അപ്പൊ $1,10,000. ഓക്കെ. വീണ്ടും കോയിൻസിന്റെ എണ്ണം നമ്മൾ കുറച്ചിട്ടില്ല, ആരും വിൽക്കണില്ല എന്നുള്ളൊരു കൺസിഡറേഷനിലാണ് നമ്മൾ എടുത്തത്. പക്ഷെ അതൊക്കെ വിറ്റുപോയി. ടെത്രോഷൻ കോയിൻസ് 2,80,000. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ വീണ്ടും 1,10,000 ഡിവൈഡഡ് ബൈ 2,80,000 എന്ന് പറയുന്നത് ടെത്രോഷന്റെ പ്രൈസ് 0.39 കയറും. ഓക്കെ. ടോവയുടെ പ്രൈസ് അവിടെ നിന്ന് 5 times, 0.39 5 times 0.196 എത്തും, 1.96 എത്തും. ഇപ്പൊ നമ്മുടെ കറണ്ട് പ്രൈസ് നിൽക്കുന്നത് 0.5 സംതിങ്ങിലാണ് ടെത്രോഷന്റെ യൂണിറ്റിന്റെ പ്രൈസ്. ടോവ എന്ന് പറയുന്നത് 2.8 സംതിങ് ആ റേഞ്ചിലുമാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിന് മുമ്പ് കാണിച്ചിട്ടുള്ള റേറ്റിനെക്കാട്ടൊക്കെ വളരെ കൂടുതൽ പോയി. ഇത് നമ്മൾ കുറച്ച് ഫ്യൂച്ചറിലാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തത്. പക്ഷെ ഒറ്റ മാസം കൊണ്ട് തന്നെ അത്രയ്ക്കും ഹ്യൂജ് ആയിട്ടുള്ള ബിസിനസ്സാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്തതിനെക്കാട്ടും വലിയൊരു ബിസിനസ്സാണ്. അത്രയ്ക്കധികം ആക്സെപ്റ്റൻസ് ജനങ്ങൾ കാണിച്ചിട്ടുണ്ട്. താങ്ക്സ് ടു എവ്രി വൺ, എല്ലാ മെമ്പേഴ്സിനും താങ്ക് യു വെരി മച്ച്. അപ്പൊ ആ രീതിയിലുള്ള ഒരു അപ്രീസിയേഷൻ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്, ഇപ്പൊ ഇത് 1.96 കാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ നിൽക്കുന്നത് 2.80 അടുത്താണ്. അത്രയ്ക്കും ഹ്യൂജ് ഗ്രോത്ത്. ദാറ്റ് ഇസ് അപ്രോക്സിമേറ്റ്ലി നമ്മൾ തുടങ്ങിയിട്ട് ഇതുവരേക്കുള്ള ഗ്രോത്ത് പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് അറൌണ്ട്
ഒരു 130% ഗ്രോത്ത് വന്ന് കഴിഞ്ഞു. അത്രയ്ക്കും ഫാസ്റ്റ് ആയിട്ടാണ് പോകുന്നത്. ഈ സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് അപ്രിസിയേഷൻ ഓരോ ബൈയും സെല്ലും നടക്കുമ്പോൾ ടെത്രോഷനിൽ ബൈ ചെയ്താലും സെല് ചെയ്താലും വില കൂടും. ടോവയിൽ ബൈ ചെയ്താൽ പ്രൈസ് കൂടും. ടോവ എന്ന് പറയുന്നത് ഒരു ICO പ്ലാറ്റ്ഫോം ഉണ്ട്, ഒരു മാർക്കറ്റ് പ്ലേസും ഉണ്ട്. ICOയിൽ നിന്ന് നമുക്ക് വാങ്ങാൻ മാത്രമേ കഴിയുള്ളൂ. വിൽക്കുന്നത് നമ്മൾ മാർക്കറ്റ് പ്ലേസിലാണ് നമ്മൾ വിൽക്കുന്നത്. ദാറ്റ് ഇസ് നമ്മൾ വിൽക്കുന്നത് വേറൊരു വ്യക്തിയിലേക്കാണ് വിൽക്കുന്നത്, കമ്പനിയിലേക്കല്ല. ടെത്രോഷനിൽ അങ്ങനെയായിരുന്നില്ല. ടെത്രോഷനിൽ നമ്മൾ സിസ്റ്റത്തിൽ നിന്ന് വാങ്ങുന്നു, സിസ്റ്റത്തിലേക്ക് തന്നെയായിരുന്നു വിൽക്കുന്നത്. ഇതാണ് രണ്ട് ഡിഫറൻസ് ഉള്ളത്. പക്ഷെ ഇതിനെയാണ് നമ്മൾ ഇത് കണക്ട് ചെയ്തേക്കുന്നത്. എല്ലാം സ്മാർട്ട് കോൺട്രാക്ട് വഴിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. 100% എല്ലാ അക്കൗണ്ട്സും വെരിഫയബിൾ ആയിട്ടുള്ള രീതിയിൽ തന്നെ നമുക്ക് ഓപ്പൺ പബ്ലിക് ആയിട്ട് നമുക്ക് അവൈലബിളും ആണ്. റഗ് പൂൾസ് ഇല്ല. ഇതിൽ വന്നിട്ട് ഹ്യൂജ് എമൗണ്ട്സ് ഡെപ്പോസിറ്റ് ചെയ്ത് ഹ്യൂജ് എമൗണ്ട്സ് മാർക്കറ്റിനെ പൊല്യൂട്ടഡ് ആക്കുക, അല്ലെങ്കിൽ മാർക്കറ്റിനെ മോശമാക്കിയിട്ടുള്ള രീതിയിലാക്കുക, അതൊന്നും ഇവിടെ സംഭവിക്കില്ല. കാരണം അതിനനുസരിച്ചിട്ടുള്ള കാൽക്കുലേഷനിലാണ് എല്ലാവർക്കും ഇതിൽ ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്, ട്രേഡ് ചെയ്യാനുള്ള ലിമിറ്റേഷൻസ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓവറായിട്ട് ആർക്കും അതിൽ ഒരു റഗ് പൂൾ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇതിനകത്ത് നമുക്ക് പ്രീമൈൻഡ് ആയിട്ട് നമ്മൾ കോയിൻസോ കാര്യങ്ങളോ യൂണിറ്റുകളോ ഒന്നുമില്ല. ഇതിനകത്തും ഒരു മെമ്പർ വന്നിട്ട് ഒരു ഡെപ്പോസിറ്റ് നടത്തിയാൽ മാത്രമേ, ഒരു പർച്ചേസ് നടത്തിയാൽ മാത്രമാണ് ഇതിലേക്ക് യൂണിറ്റ്സ് വരുന്നുള്ളൂ. ആ വന്ന യൂണിറ്റ്സ് ടോവ സിസ്റ്റത്തിലാണെങ്കിൽ സർക്കുലേഷനിൽ പോകും. ടെത്രോഷൻ സിസ്റ്റത്തിലാണെങ്കിൽ ആ വന്ന യൂണിറ്റ് ആ കസ്റ്റമർ വിറ്റ് കഴിഞ്ഞാൽ അത് ബേൺ ആയി പോകും, സപ്ലൈന്ന് കുറയും. പക്ഷെ ടോവയില് സപ്ലൈയിൽ കുറയില്ല, സപ്ലൈ സർക്കുലേഷനിൽ വരും. മാർക്കറ്റ് പ്ലേസിൽ അങ്ങനെയാണ്. ഞാൻ വിൽക്കുന്ന യൂണിറ്റ് വേറൊരു വ്യക്തിയായിരിക്കും വാങ്ങുന്നത്, ആ വ്യക്തിയിലേക്കാണ് ട്രാൻസ്ഫർ ആയി പോകുന്നത്. അതാണ് നമ്മുടെ സാധാരണ ഷെയർ മാർക്കറ്റിന്റെ സിസ്റ്റം. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജുകൾ. ടെത്രോഷനിൽ കൊടുക്കുന്ന സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ 100% ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആണ്. നമുക്ക് എല്ലാവിധ ട്രാൻസാക്ഷൻസും വളരെ ട്രാൻസ്പെറന്റ് ആയിട്ട് നമുക്ക് കാണാം. റിയൽ ടൈം ആയിട്ടുള്ള ഒരു ബൈയും സെല്ലും പ്രോസസ്സ് അവിടെ നടക്കുന്നുണ്ട്. റിയൽ ടൈം ആയിട്ട് നമുക്ക് USDT-യിലാണ് ബൈ ചെയ്യുന്നതും നമ്മൾ സെല് ചെയ്യുമ്പോൾ നമുക്ക് തിരിച്ചു കിട്ടുന്നതും USDT-യിൽ തന്നെയാണ്. റിയൽ ടൈം ആയിട്ടുള്ള അഫിലിയേറ്റ് പേ ഔട്ട്സ് ഈ ഒരു ബിസിനസ് പ്രോജക്റ്റിൽ, ഇതൊരു ബിസിനസ് പ്രോജക്റ്റ് ആണ്. ഇതിൽ ധാരാളം വ്യക്തികൾ ഒരു ബിസിനസ് ആയിട്ട് ഇതിനെ കണ്ടുകൊണ്ട് വരുന്ന ആൾക്കാരുണ്ട്, ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കണ്ടുകൊണ്ട് വരുന്ന ആൾക്കാരുണ്ട്. എല്ലാവർക്കും നല്ല രീതിയിൽ ഈക്വലി നല്ല രീതിയിൽ വരുമാനം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന, ഇൻഡിവിജ്വലി ഈക്വലി വരുമാനം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഇവിടെ വർക്ക് ചെയ്യുന്നവർക്ക് 50% 50.5% ടോവ പ്ലാറ്റ്ഫോമിലെ റവന്യൂ ഷെയറിംഗ് എന്ന് പറഞ്ഞാൽ 50.5 ആണ് ഇതിന്റെ നെറ്റ്വർക്കിലേക്കോ അല്ലെങ്കിൽ ഇതിന്റെ സീനിയേഴ്സിലേക്കോ പോകുന്നത്, അഫിലിയേറ്റ് പാർട്ട്നേഴ്സിലേക്കെല്ലാം ഡിസ്ട്രിബ്യൂഷൻ ആവുന്നത്. അപ്പോൾ ടോവ ക്യാൻ ബി പർച്ചേസ്ഡ്. എങ്ങനെയൊക്കെ ടോവ പർച്ചേസ് ചെയ്യാം? രണ്ട് തരത്തിൽ ടോവ പർച്ചേസ് ചെയ്യാൻ പറ്റും. ഒന്ന് സ്മാർട്ട് കോൺട്രാക്റ്റിൽ നിന്നാണ്. സ്മാർട്ട് കോൺട്രാക്റ്റിലേക്ക് നമ്മൾ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ത്രൂ ഡീസെൻട്രലൈസ്ഡ് ആപ്പ് ആയിട്ടുള്ള ടോക്കൺ പോക്കറ്റ് ആണ് മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ടോക്കൺ പോക്കറ്റിൽ കൂടിയാണ് നമുക്ക് ഇതിലേക്ക് പോകാൻ പറ്റുള്ളൂ. ടോക്കൺ പോക്കറ്റിൽ ലോഡ് ചെയ്ത് ഫണ്ട് ലോഡ് ചെയ്തിട്ടാണ് അത് ത്രൂ നമ്മുടെ വെബ്സൈറ്റിലേക്ക് നമുക്ക് പോകാൻ പറ്റും. അതിന് ഡാപ്പ് എന്ന് പറയും. അപ്പൊ ഡാപ്പ് ബ്രൗസർ വഴിയാണ് നമുക്ക് പോകാൻ പറ്റുള്ളൂ. നോർമൽ ഒരു വെബ്സൈറ്റും കൂടെ നമുക്ക് ഇതിലേക്ക് ആക്സസ് കിട്ടില്ല. ഓക്കെ, അപ്പൊ അതിനകത്ത് രണ്ട് ഓപ്ഷനാണ് നമുക്ക് ഉള്ളത്. ഏതൊരു വ്യക്തിക്ക് രണ്ട് ഓപ്ഷനുള്ളത്. ഇതിൽ ഈ പ്രോഗ്രാമിലേക്ക് വരുമ്പോൾ തന്നെ മിനിമം ഒരു $20 രജിസ്ട്രേഷൻ ഉണ്ട്. അത് ടെത്രോഷനിലാണ് രജിസ്ട്രേഷൻ നടക്കുന്നത്. കാരണം ഇതിന്റെ ജീനിയോളജി അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ട്രാക്ക് ചെയ്യുന്നത് ടെത്രോഷന്റെ പ്രോജക്റ്റിൽ നിന്നാണ്. ഈ പറയുന്ന പുതിയ പ്രോജക്റ്റിൽ മാത്രമായിട്ട് അതിന്റെ ഇൻഡിവിജ്വൽ ആയിട്ട് വേറെ കാൽക്കുലേഷൻ ഒന്നും ഇല്ല. ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യുന്നത് ടെത്രോഷന്റെ ഇതിലാണ് കാൽക്കുലേഷൻ വരുന്നത്, ഡാറ്റാബേസിലാണ് കാൽക്കുലേഷൻ വരുന്നത്. അപ്പൊ നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. സ്മാർട്ട് കോൺട്രാക്റ്റിൽ നിന്ന് വാങ്ങിക്കാം, അതല്ലെങ്കിൽ മാർക്കറ്റ് പ്ലേസിൽ നിന്ന് വാങ്ങിക്കാം. രണ്ട് ഓപ്ഷൻ. അപ്പൊ ഫസ്റ്റ് ഓപ്ഷൻ സ്മാർട്ട് കോൺട്രാക്റ്റിൽ നിന്നാണ്. അതിന് ടോവ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹെഡിങ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ടോവയിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങിച്ചാലുള്ള ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ 5% ബോണസ് നമുക്ക് എക്സ്ട്രാ ഓൺ ദ സ്പോട്ട് ഉണ്ട്. $100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് USDT-യിലാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഡോളർ ബേസ് ആണ്. അപ്പൊ നമ്മളൊരു $100 നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് $105 കിട്ടും. ആ ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടുന്നത് നമ്മളൊരു 20 ഡേ നമുക്ക് ബോണസ് കിട്ടുന്നതുകൊണ്ട് ഒരു 20 ദിവസത്തിന്റെ ഒരു ലോക്കിൻ സിസ്റ്റം ഉണ്ട്. ആ 21ാം ദിവസമാണ് അത് അൺലോക്ക് ആവുന്നത്. നേരെ മറിച്ച് മാർക്കറ്റ് പ്ലേസ് എന്ന് പറയുന്ന സിസ്റ്റത്തില് നമുക്ക് നേരിട്ട് മാർക്കറ്റ് പ്ലേസിൽ പോകാം. അവിടെ ലോക്ക് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഇല്ല. അവിടെ ഒരു ഫീസ് ആണ് നമ്മൾ ബൈയിൽ എടുക്കുന്നത്. സ്മാർട്ട് കോൺട്രാക്റ്റിൽ നിന്ന് ബൈ ചെയ്യുമ്പോൾ ഫീസ് ഇല്ല. പക്ഷെ മാർക്കറ്റ് പ്ലേസിൽ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഫീസ് ഉണ്ട്, പക്ഷെ ലോക്കില്ല. ഇനി സ്മാർട്ട് കോൺട്രാക്റ്റിൽ നിന്ന് വാങ്ങിയാലും മാർക്കറ്റ് പ്ലേസിൽ നിന്ന് വാങ്ങിയാലും സെല്ല് ചെയ്യുന്നത് നമ്മൾ മാർക്കറ്റ് പ്ലേസിലായതുകൊണ്ട് നമുക്ക് അവിടെ ഒരു 3% കോമൺ ആയിട്ട് രണ്ടിനും നമുക്ക് 3% സെൽ ഫീസ് വരുന്നുണ്ട്. പക്ഷെ അവിടെ ലോക്കിൻ ഇല്ല. അപ്പൊ നോർമൽ ആയിട്ടുള്ള ട്രേഡേഴ്സ് മെന്റാലിറ്റി ഉള്ള ആൾക്കാർക്ക് ലോക്കിൻ സിസ്റ്റം താല്പര്യമില്ല. അപ്പൊ അവർക്ക് നേരിട്ട് മാർക്കറ്റ് പ്ലേസിലേക്ക് വേണമെങ്കിൽ വരാം. അവർക്ക് സ്മാർട്ട് കോൺട്രാക്റ്റിൽ പോകേണ്ട ആവശ്യമില്ല.
നേരിട്ട് മാർക്കറ്റ് പ്ലേസിൽ വന്നു കഴിഞ്ഞാൽ അവിടെ സെല്ല് അവൈലബിൾ ഉണ്ടെങ്കിൽ സെല്ലില് ആരെങ്കിലും സെല്ല് ചെയ്യാനിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും, ഹോൾഡ് ചെയ്യാം, എത്ര ദിവസം വേണമെങ്കിലും ഹോൾഡ് ചെയ്യാം. ആ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രോഫിറ്റ് ആയിട്ട് നമുക്ക് അപ്പൊ തന്നെ നമുക്ക് സെല്ല് ചെയ്യാനും പറ്റും. അവിടെ ലോക്കില്ല. ഇന്ന് വാങ്ങിയിട്ട് നാളെ വിൽക്കാം, ഇന്ന് വാങ്ങിയിട്ട് ഇന്ന് തന്നെ വിൽക്കാം. അതെല്ലാം എല്ലാം ഫീസ് എടുക്കുക. ആ ഫീസിന്റെ പ്രോഫിറ്റബിലിറ്റിയും കൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ സെല്ല് ചെയ്യേണ്ടത്. പേയ്മെന്റ് മെത്തേഡ് നമ്മൾ USDT-യിലാണ് വരുന്നത്. അപ്പൊ 100% അസറ്റ് അലൊക്കേഷൻ ആണ് നമുക്ക് വരുന്നത്. ടെത്ര ഓഷനിൽ നമ്മൾ 35% അസറ്റ് അലൊക്കേഷൻ ആയിരുന്നെങ്കിൽ ഇവിടെ 100% അലൊക്കേഷൻ ആണ്. മാർക്കറ്റ് പ്ലേസിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നമുക്ക് ബോണസ് കിട്ടുന്നില്ല എന്നുള്ളൂ, പക്ഷെ 100% അലൊക്കേഷൻ ആണ് നമുക്ക് വരുന്നത്. ഓക്കെ. സ്മാർട്ട് കോൺട്രാക്ടിന്റെ ലിമിറ്റ്, ബൈ ഫ്രം ടോവ സ്മാർട്ട് കോൺട്രാക്ട് ആൻഡ് ഗെറ്റ് 100% വോള്യൂം. അത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇനി അതിന്റെ സെല്ലിംഗ് ലിമിറ്റ്, നമുക്ക് പ്രോഫിറ്റ് എത്രത്തോളം വരുന്നുവോ ഒരു ട്രാൻസാക്ഷനിൽ നമ്മൾ എന്ത് എമൗണ്ടിനാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്, അതൊരു മിനിമം നമുക്കൊരു $20 തൊട്ട് നമുക്ക് ഒരു $5,000 വരെയാണ്. നമ്മൾ ഈ പ്രസന്റേഷനിൽ നമ്മൾ $100 ആണ് കാണിച്ചേക്കുന്നത്. അങ്ങനെയല്ല, $20 ഇപ്പൊ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. ഫൈനലി നമ്മൾ സെറ്റ് ചെയ്തപ്പോ അങ്ങനെ ഈ PDF അതിന് മുന്നേ ഉള്ളതാണ്. ഓക്കെ. അപ്പൊ $20 നമ്മൾ തുടങ്ങാം. $5,000 വരെ സിംഗിൾ സ്ട്രെച്ചിൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും ടോവയിൽ നിന്ന്. അതിന്റെ പ്രോഫിറ്റ്, അതിന്റെ ഗ്രോത്ത് എത്തിയാണ്. ഇവിടെ ഗ്രോത്ത് ആണ്. ഇവിടെ ROI കൊടുക്കുന്ന ഒരു സിസ്റ്റം ഒന്നും ഇല്ല. ഇവിടെ ഗ്രോത്ത് ആണുള്ളത്. നമ്മൾ വാങ്ങിച്ചിട്ട് നമ്മൾക്ക് സ്വർണം വാങ്ങിച്ചു, 1 ലക്ഷം രൂപയ്ക്ക് സ്വർണം വാങ്ങിച്ചു. കുറച്ച് നാൾ കഴിയുമ്പോൾ അത് 1.5 ലക്ഷം രൂപയുടെ വാല്യൂ ഉണ്ട്. യൂണിറ്റ് മാറുന്നില്ല എന്ന് പറഞ്ഞ പോലെയാണ് ഇവിടെ. ഇവിടെ നമുക്ക് നമ്മൾ വാങ്ങിച്ചിട്ടുള്ള യൂണിറ്റ്സ് ചേഞ്ച് ആവില്ല, പക്ഷെ അതിന്റെ വാല്യൂ ഓരോ ട്രാൻസാക്ഷനിലും നമ്മൾ വാങ്ങിച്ചതിന് ശേഷം നടക്കുന്ന എല്ലാ ട്രാൻസാക്ഷനിലും ഇതിന്റെ വില കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ അവിടെ നമുക്കൊരു ലിമിറ്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. 1.3x ആണ്. ദാറ്റ് ഇസ് 130%. നമ്മൾ $100 വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ $130 ആവുമ്പോൾ നമുക്കത്, അതാണ് മാക്സിമം. ആ മാക്സിമത്തിൽ നമ്മൾ സെല്ല് നമുക്ക് ചെയ്യാൻ പറ്റും. അതിന് മുകളിലേക്ക് കയറി പോയിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഈ അടുത്ത് നമ്മൾ കുറെ കണ്ടിട്ടുണ്ട്, 130 ഒന്നല്ല, നമുക്ക് 20 ദിവസം കഴിയുമ്പോഴേക്കും ആ 20 ദിവസത്തിന്റെ ലോക്ക് ഇൻ ടൈം കഴിയുമ്പോൾ നമുക്ക് ഇത് 160%-ലേക്കാണ് പോയി നിൽക്കുന്നത്. ബട്ട് എനിവേ, അവിടെ വന്നിട്ടുള്ള ആ ഒരു എക്സസ് ആയിട്ടുള്ള എമൗണ്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അതിൽ കുറച്ച് കറക്ഷൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ഡെവലപ്പേഴ്സ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ പറയുന്ന പാർട്ട് നമുക്ക് വിഡ്രോ ചെയ്യാനുള്ള പ്രൊവിഷൻ വരും. ഓക്കെ. ഇപ്പൊ തൽക്കാലം ആ ഒരു പ്രൊവിഷൻ ഇല്ല. നമ്മൾ വീണ്ടും റീഇൻവെസ്റ്റ് ചെയ്യുന്ന ഓരോ ഇൻവെസ്റ്റ്മെന്റിലും നമുക്ക് 130% വരെ നമുക്ക് മാക്സിമം പോകാൻ പറ്റുള്ളൂ. ഓക്കെ. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു കാര്യം കൂടി ഉണ്ട്. നമുക്കിപ്പോ ഒരു $100 ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ, സെക്കൻഡ്, ഓക്കെ, സോറി. നമ്മളിപ്പോ $100 ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി ടീം ബിൽഡിംഗ് സിസ്റ്റത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പുള്ളിക്ക് ഇപ്പൊ അയാളുടെ പേഴ്സണൽ ഇൻവെസ്റ്റ്മെന്റിന് നമുക്ക് 1.3x ആണെങ്കിൽ അദ്ദേഹത്തിന്റെ ടീമിൽ നിന്ന് വരുന്ന റവന്യൂ അല്ലെങ്കിൽ ടീമിൽ വരുന്ന കമ്മീഷൻസ്, ആ കമ്മീഷൻസ് നമുക്ക് വിഡ്രോ ചെയ്യാനായിട്ട്, ഫുൾ കമ്മീഷൻ അവർക്ക് അവൈലബിൾ ആയിരിക്കും. പക്ഷെ അത് വിഡ്രോലിന് ഒരു സർട്ടൺ ലിമിറ്റ് നമ്മൾ വെച്ചിട്ട് ഈ സിസ്റ്റത്തിന്റെ സ്മൂത്ത് ആയിട്ടുള്ള റണ്ണിങ്ങിന്, കണ്ടിന്യൂസ് ആയിട്ടുള്ള റണ്ണിങ്ങിന് നമുക്ക് റീപർച്ചേസ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട്. റീപർച്ചേസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫർദർ നിങ്ങൾ റീഇൻവെസ്റ്റ്മെന്റ് ആണ് അല്ലെങ്കിൽ റീബൈ ചെയ്യുന്നതാണ് ഈ റീപർച്ചേസ് എന്ന് പറയുന്നത്. ആ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സിലാണ് ഈ സിസ്റ്റം എപ്പോഴും ഹെൽത്തി ആയിട്ട് റൺ ചെയ്യുള്ളൂ. ഒരിക്കലും വാങ്ങിച്ചു ജീവിതകാലം മുഴുവൻ കമ്മീഷൻ ഏൺ ചെയ്യുമ്പോൾ അത് സിസ്റ്റത്തിനും പ്രശ്നമാണ്. അപ്പൊ ഇവിടെ നമ്മൾ 3x ലിമിറ്റ് തന്നിട്ടുണ്ട്. $100 ചെയ്യുന്ന ഒരു വ്യക്തിക്ക് $300 വരേക്കും വിഡ്രോ ചെയ്യാം. ഫർദർ ചെയ്യണമെങ്കിൽ വീണ്ടും നിങ്ങൾ ടോവയിൽ വന്ന് നിങ്ങൾ വീണ്ടും റീപർച്ചേസ് ചെയ്യേണ്ട ആവശ്യം വരും. സോറി. അതുപോലെ തന്നെ മാർക്കറ്റ് പ്ലേസിലെ ലിമിറ്റ്, മാർക്കറ്റ് പ്ലേസിലെ ഇതേപോലെ തന്നെ 1.3x തന്നെയാണ് നമുക്ക് ലിമിറ്റ് ഉള്ളത്. മാർക്കറ്റ് പ്ലേസിലും നിങ്ങൾക്ക് നേരിട്ട് പോയിട്ട് $100 വാങ്ങിക്കാം. $100 വാങ്ങിച്ചാലും അതിന്റെ ഗ്രോത്ത് നമുക്ക് എടുക്കാവുന്നതിന്റെ മാക്സിമം എന്ന് പറയുന്നത് 130 ആണ്. എന്ന് പറഞ്ഞാൽ 1.3x ആണ്. അവിടെയും നമുക്ക് നമ്മുടെ ടീം ഇൻകം ലിമിറ്റിൽ ചെറിയൊരു ബെനിഫിറ്റ് അവിടെ കിട്ടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഈ മാർക്കറ്റ് പ്ലേസ് എന്ന് പറയുന്ന സിസ്റ്റത്തില് നമ്മുടെ സിസ്റ്റത്തിന് വരുന്ന റവന്യൂ എന്ന് പറയുന്നത് 1%, 3% മാത്രമേ ഉള്ളൂ. ഒരാൾ $1000 ചെയ്തിട്ടുണ്ടെങ്കിൽ സിസ്റ്റത്തിന് കിട്ടുന്ന റവന്യൂ, സിസ്റ്റത്തിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ കിട്ടുന്ന റവന്യൂ എന്ന് പറയുന്നത് $1000 ചെയ്യുമ്പോൾ $10 ആണ്. $1000 പുറത്തല്ല ഇവിടെ കാൽക്കുലേഷൻ ഉള്ളത്. ഇവിടെ 1%-ന്റെ പുറത്തും സെല്ല് ചെയ്യുമ്പോൾ 3% പുറത്താണ്. അപ്പൊ ഇവിടെ ഒരു ബെനിഫിറ്റ് എന്താ വെച്ചാൽ നമ്മളൊരു ടീം ബിൽഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടീമിൽ നടക്കുന്ന ഓരോ ബൈയിനും ഓരോ സെല്ലിനും നമ്മൾക്കും കമ്മീഷൻ ഉണ്ടാവും. അതാണ് ഇതിന്റെ പ്രത്യേകത. ടോവയിൽ നിന്ന് വാങ്ങുമ്പോഴും നമുക്ക് കമ്മീഷൻ ഉണ്ട്. മാർക്കറ്റ് പ്ലേസിൽ വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും നമുക്ക് കമ്മീഷൻ ഉണ്ടാവും.
അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് കൂടുതൽ ട്രേഡ് ചെയ്യുന്നവർക്ക് ഇതൊരു ട്രേഡിംഗ് ആൾക്കാരുടെ ഒരു ഭാഗമാണിത്. എനിക്ക് നെറ്റ്വർക്ക് ഒന്നും ചെയ്യാൻ താല്പര്യമില്ല, പക്ഷെ എനിക്ക് ട്രേഡ് ചെയ്യണം. അങ്ങനെ ട്രേഡ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ നമ്മളൊരു ട്രേഡർ, പ്രോ ട്രേഡർ എന്ന് പറയുന്നത് 2 പൂൾ ഇൻകം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ പൂൾ ഇൻകം എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് കിട്ടുന്ന റവന്യൂവിന്റെ 10% വെച്ചിട്ടാണ് ഇതിലേക്ക് അലോക്കേഷൻ പോയിട്ടുള്ളത്. ഒരു മാസത്തിൽ, ഇതൊരു കലണ്ടർ മന്തിലാണ് ഇത് സംഭവിക്കുന്നത്. ഈ പറയുന്ന കാൽക്കുലേഷൻ നടക്കുന്ന എല്ലാ മാസവും ആ ഒരു കലണ്ടർ മന്തിന് 1-ാം തീയതി മുതൽ 31-ാം തീയതി വരെയുള്ള ആ ഒരു കാലഘട്ടത്തിന്റെ ഉള്ളിൽ എത്ര ടേൺ ഓവർ നടന്നു, അതിൽ നിന്ന് എത്ര റവന്യൂ, ബൈ ചെയ്യുമ്പോൾ നടക്കുന്ന റവന്യൂ ഒരു പെർസെന്റേജ് വെച്ചിട്ട് ഓരോ ബൈയിനും നമുക്ക് സിസ്റ്റത്തിന് കിട്ടുന്നുണ്ട്. സെല്ല് ചെയ്യുമ്പോൾ 3% വെച്ച് സിസ്റ്റത്തിന് കിട്ടുന്നുണ്ട്. ഇതിന്റെ ടോട്ടൽ എമൗണ്ട് എത്രയാണോ ഒരു മാസത്തില്, ആ എമൗണ്ടിന്റെ 10% ട്രേഡർ പൂളിലും 10% പ്രോ ട്രേഡർ പൂളിലേക്കും പോകും. അപ്പൊ അവിടെ എന്താണ് ഗുണം? നമ്മൾ ഒരു വ്യക്തി നമ്മൾ അതിന് റൂൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ റൂൾ ഇങ്ങനെയാണ്. നമ്മൾ ട്രേഡർ പൂളിലേക്ക് വരുമ്പോൾ ട്രേഡർ പൂളിന്റെ റൂൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പോയിന്റുകളാണ്, ആ പോയിന്റ് സിസ്റ്റം ആണ് അവിടെ ഉള്ളത്. എത്ര പോയിന്റ്സ് നമ്മുടെ കയ്യിലുണ്ടോ ആ മാസത്തെ റവന്യൂ എന്താണോ ഈ പറയുന്ന പൂളിലേക്ക് അലോക്കേറ്റ് ചെയ്തിട്ടുള്ള റവന്യൂ, ഇപ്പൊ ട്രേഡർ പൂളിലേക്ക് ഒരു എമൗണ്ട് വരുന്നുണ്ട്, ആ എമൗണ്ട് എത്രയാണോ ആ എമൗണ്ടിനെ നമ്മൾ ടോട്ടൽ ഇതിലുള്ള വ്യക്തികൾ ട്രേഡ് ചെയ്തിട്ട് കിട്ടിയിട്ടുള്ള പോയിന്റ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യും. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇപ്പൊ മന്ത്ലി ടേൺ ഓവർ ഒരു $100 മില്യൺ ആണ്, അല്ലെങ്കിൽ 100 മില്യൺ എന്ന് പറയുന്നതാണ്, 1 കോടിയാണെന്ന് വെക്കാം. 1 കോടിയാണെങ്കിൽ അതിന്റെ 1% ബൈയിൽ നിന്നും 1 കോടിയുടെ ടേൺ ഓവർ നമ്മൾ സെല്ലിലും നടന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് 1% എന്ന് പറയുമ്പോൾ അതിന്റെ ടോട്ടൽ 1%, 3% ടോട്ടൽ 4 മില്യൺ. 100 മില്യണിന് 4 മില്യൺ. അപ്പൊ 1 കോടിയാണെങ്കിൽ 40 ലക്ഷം അപ്രോക്സിമേറ്റ്ലി നമുക്ക് അതിൽ വന്നിട്ടുള്ള റവന്യൂ അതാണെങ്കിൽ അതിന് ആ പറയുന്ന എമൗണ്ടിന്റെ 40 ലക്ഷം നമുക്ക് ഈ പറയുന്ന പൂളിലേക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പൊ അവിടെ എത്ര പോയിന്റ് ഉണ്ടോ അത്ര പോയിന്റിനെ ഈ പറയുന്ന 40 ലക്ഷം വെച്ചിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പോയിന്റിന്റെ എമൗണ്ട് വരും. ആ ഒരു പോയിന്റിന്റെ എമൗണ്ടിനെ നമ്മുടെ കയ്യിൽ ഇപ്പൊ എന്റെ കയ്യിൽ ഇപ്പോ ഒരു യൂണിറ്റ് ഉണ്ടെങ്കിൽ എനിക്ക് ആ എമൗണ്ട് ആയിരിക്കും കിട്ടുക. 10 യൂണിറ്റ് ഉണ്ടെങ്കിൽ എനിക്ക് ആ 10 യൂണിറ്റിനും വാല്യൂ ആ ടോട്ടൽ നമുക്ക് ക്ലോസിംഗ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ ഒന്നാം തീയതി അല്ലെങ്കിൽ 31st ആണ് ക്ലോസിംഗ് എങ്കിൽ 1-ാം തീയതി അല്ലെങ്കിൽ 2-ാം തീയതി ഉച്ചയ്ക്ക് മുമ്പ് നമുക്ക് ആ എമൗണ്ട് നമ്മുടെ ഇതിലേക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ടാവും. അത് നമുക്ക് വിഡ്രോ ചെയ്യാം. ഓക്കെ. അതുപോലെ തന്നെ ഈ സെയിം തന്നെയാണ് നമുക്ക് ട്രേഡർ പൂളിലും ഉള്ളത്, പ്രോ ട്രേഡറിലും ഉള്ളത്. അപ്പൊ ഇവിടെ ഒരു ക്രൈറ്റീരിയ ഉണ്ട്. നമുക്ക് ഇവിടെ ചെയ്യേണ്ട ഒരു പോയിന്റ് കിട്ടാൻ എന്ത് ചെയ്യണം? നമുക്ക് ടോവയിൽ നിന്ന് 250ന്റെ ബൈ ചെയ്യണം, മാർക്കറ്റ് പ്ലേസിൽ നിന്ന് ആ വ്യക്തി 750ന്റെയും ബൈ ചെയ്യണം. ഇതാണ് ഒരു പെയർ ആയിട്ട് കണക്കുകൂട്ടുക, അല്ലെങ്കിൽ ഒരു പോയിന്റിന്റെ പെയർ എന്ന് പറയുന്നത്. ടോവ സ്മാർട്ട് കോൺട്രാക്റ്റിൽ നിന്ന് $250 പർച്ചേസും ഒരു മാസത്തിനുള്ളിൽ, അത് ചെറുതായിട്ട് ചെയ്താലും മതി, ഒറ്റയടിക്ക് ചെയ്യാം, എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അതുപോലെ തന്നെ 750ന്റെ പർച്ചേസ്, ഇവിടെ ബൈ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, സെല്ല് പറഞ്ഞിട്ടില്ല. ഓക്കെ. ബൈ ചെയ്ത് വെക്കാം, നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ ഹോൾഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രോഫിറ്റ് വരുന്ന സമയത്ത് നിങ്ങൾ കൊടുത്താൽ മതി. അപ്പൊ ഇങ്ങനെ ഈ ഒരു റേഷ്യോ വന്നു കഴിഞ്ഞാൽ 250, 750 വന്നു കഴിഞ്ഞാൽ 1 പോയിന്റ് കിട്ടും. ഇനി 500ഉം 1500ഉം വന്നു കഴിഞ്ഞാൽ 2 പോയിന്റ് കിട്ടും. ഓക്കെ. അങ്ങനെ നമുക്ക് ഇതിന്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് 250, 750 എന്ന് പറയുന്ന റേഷ്യോന്റെ മൾട്ടിപ്പിൾസിൽ എത്ര പോയിന്റ് വേണമെങ്കിലും നമുക്ക് ഏൺ ചെയ്യാം ഒരു മാസത്തിൽ. മാസത്തിന്റെ ലാസ്റ്റിൽ ആ കാൽക്കുലേഷൻ ക്ലോസ് ആയി കഴിഞ്ഞാൽ വീണ്ടും സീറോയിലേക്ക് വരും. വീണ്ടും നമ്മൾ അടുത്ത മാസം വീണ്ടും ഫ്രഷ് ആയിട്ട് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫ്രഷ് ആയിട്ടുള്ള വോളിയം, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വരും. ഓക്കെ. അതുപോലെ പ്രോ ട്രേഡറിൽ നമുക്ക് വരുന്നത്, പ്രോ ട്രേഡറിൽ ഒരു പോയിന്റ് കിട്ടണമെങ്കിൽ നമുക്ക് 1000 USDT നമുക്ക് ബൈയിലും 1000 USDT സെല്ലിലും വരണം. ഇവിടുത്തെ ക്രൈറ്റീരിയ വേറെയാണ്. അവിടെ ബൈ മാത്രമായിരുന്നു, ഇവിടെ ബൈയും സെല്ലുമാണ്. അപ്പൊ ഇവിടെ നമുക്ക് ടോവ മാർക്കറ്റ് പ്ലേസ് ഒരു കലണ്ടർ മന്തിൽ നമുക്ക് 1000 ബൈയും 1000 സെല്ലും ചെയ്ത് കഴിഞ്ഞാൽ 1 പോയിന്റ് കിട്ടും. നമ്മൾ 4000 ബൈയും 4000 സെല്ലും ചെയ്ത് കഴിഞ്ഞാൽ 4 പോയിന്റും, 5000 ബൈ 5000 സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5 പോയിന്റ് പ്ലസ് 5000ന്റെ ഒരു സ്ലാബ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട്, അതൊരു സ്ലാബ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അവിടെ ഒരു 5 ബോണസ് പോയിന്റ് കൂടി എക്സ്ട്രാ കിട്ടും. ദാറ്റ് മീൻസ് ആ വ്യക്തിക്ക് കിട്ടുന്നത് 5000 ചെയ്ത് കഴിഞ്ഞാൽ 10 പോയിന്റ് കിട്ടും. വേറെ 4000 ചെയ്താൽ 4 പോയിന്റ് കിട്ടുള്ളൂ. ഇതാണ് ആ ഒരു ഡിഫറൻസ്. ഓക്കെ. 5000 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അഡീഷണൽ ഒരു ഇത്ര പോയിന്റ് കൂടി നമുക്ക് കിട്ടുകയാണ്. അപ്പൊ 10000 ചെയ്ത് കഴിഞ്ഞാൽ 10 പോയിന്റ് 1:1, 1000ന്റെ ആ ഒരു ഇതില് 10 പോയിന്റും കിട്ടും. പ്ലസ് 5000ന്റെ 2 സ്ലാബ് കംപ്ലീറ്റ് ആണ്. അപ്പൊ 5 10 പോയിന്റ് അതിലും കിട്ടും. അപ്പൊ ടോട്ടൽ നമുക്ക് 20 പോയിന്റ്സ് കിട്ടും. ഒരു സെക്കൻഡ്.
അപ്പൊ ഇത് മാർക്കറ്റ് പ്ലേസിൽ നിന്ന് വരുന്ന റവന്യൂവിന്റെ 10% ഫീസാണ്. ഫീസിന്റെ ടോട്ടൽ വരുന്ന ഫീസിന്റെ 10% ആണ് ഇവിടെ ഷെയർ ആവുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലത്തെ തന്നെ എക്സാമ്പിൾ ആണ്. ടോട്ടൽ എത്ര പോയിന്റ്സ് ഉണ്ടോ, എത്ര റവന്യൂ വന്നിട്ടുണ്ടോ, ഈ 10% എന്ന് പറയുന്ന എമൗണ്ട് എത്രയുണ്ടോ അതിനെ ഡിവൈഡ് ചെയ്ത് ഓരോ പോയിന്റിലേക്ക് നമ്മൾ വീതിച്ചു കൊടുക്കും. എൻ്റെ കയ്യിൽ എത്ര പോയിന്റ് ഉണ്ടോ അതിനനുസരിച്ചിട്ടുള്ള USDT ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് USDT ആയിട്ട് നമുക്ക് വിഡ്രോ ചെയ്യാം ഇൻസ്റ്റന്റ്. ഓക്കെ, ഇത് പോരാതെ നെറ്റ്വർക്കിംഗ്, അതിപ്പോ നേരത്തെ ഞാൻ പറഞ്ഞത് ട്രേഡേഴ്സിന് വേണ്ടിയിട്ടുള്ള സിസ്റ്റമാണ്. ഇവിടെ നമ്മൾ അത് സെൽഫ് മാത്രമേ ഉള്ളൂ. ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത്, ഇവിടെ നമുക്ക് നെറ്റ്വർക്കിംഗ് ചെയ്യുന്ന വ്യക്തികൾക്ക്, അഫിലിയേറ്റ് സിസ്റ്റം ചെയ്യുന്ന വ്യക്തികൾക്കുള്ള വരുമാനങ്ങളാണ്. ഇവിടെ നമ്മൾ ഒരു ലെവൽ സിസ്റ്റമാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഈ ഒരു പ്രോജക്റ്റിൽ നമ്മുടെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ലെവൽ സിസ്റ്റം ആണ്, ബൈനറി അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല. ഇവിടെ ഒരു ലെവൽ സിസ്റ്റമാണ്. 1 മുതൽ 10 ലെവലാണ് ബേസിക് ആയിട്ടുള്ളത്. അതിനുശേഷം അൺലിമിറ്റഡ് ലെഫ്റ്റിലേക്കും നമുക്ക് വരുമാനമുണ്ട്. അതിന് റാങ്ക്സ് അച്ചീവ് ചെയ്യണം. അപ്പൊ 1 മുതൽ 10 വരെയൊക്കെയുള്ള ലെവൽസിലുള്ള ഓരോ ലെവൽസിലും ഫസ്റ്റ് ലെവലിൽ, അതായത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കൊണ്ടുവരുന്ന എല്ലാവരും 15%, സെക്കൻഡ് ലെവലിൽ 4.5% ആണ്. ഇനി തേർഡ് ലെവൽ ടു 5th ലെവൽ വരേക്കും 3% ആണ്. ബട്ട് അതിനൊരു ക്രൈറ്റീരിയ ഉണ്ട്. മിനിമം നമ്മളൊരു പേഴ്സണലി നമ്മളൊരു $50 പർച്ചേസ് നമ്മൾ ടോവയിൽ ചെയ്തിട്ടുണ്ടാവണം. അതുപോലെ 5 ഡയറക്ട് റെഫറൽ നമുക്ക് മിനിമം ഉണ്ടായിരിക്കണം. ഈ 5 പേരും കൂടിയിട്ട് അതിൽ ഒരാൾക്ക് കൂടുതലാവാം, ഒരാൾക്ക് കുറവാവാം. എങ്ങനെയായാലും 5 പേര് കൂടിയിട്ട് $250 വോള്യൂം ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ 3ാമത്തെ ലെവൽ മുതൽ 5ാമത്തെ ലെവൽ ഓപ്പൺ ആവും. അത് കഴിഞ്ഞ് 6ാമത്തെ ലെവൽ മുതൽ 8ാമത്തെ ലെവൽ ഓപ്പൺ ആവണമെങ്കിൽ ആ വ്യക്തിക്ക് 1.5% ആണ് അവിടെ ആ 3 ലെവലിലും കിട്ടുന്നത്. അവിടെ $100 പുള്ളി അപ്ഗ്രേഡ് ആയിട്ടുണ്ടാവണം. അതായത് 50 + 50, നേരത്തെ 50 ഉണ്ടായിരുന്നു, ഇനി ഒരു 50 കൂടി ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം പേഴ്സണലി $100 വരും. പ്ലസ് 5 ഡയറക്റ്റ് അതേപോലെ തന്നെ ഉണ്ടാവണം. ഈ 5 ഡയറക്റ്റിന് വോള്യൂം $500 ആണ്. 250 നിന്ന് നേരെ ഡബിൾ 500 എത്തി. അപ്പൊ അവിടെ 5 പേര് $50 വെച്ചിട്ടാണ് ചെയ്തതെങ്കിൽ ആ 5 പേരും അവരുടെ $50 പ്ലസ് അഡീഷണൽ ഒരു $50 കൂടി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരും 100 ആവും. അങ്ങനെ ടോട്ടൽ 500 ആയി. 9th and 10th ലെവലിൽ 0.75% ആണ് നമുക്ക് കിട്ടുന്നത്. ക്രൈറ്റീരിയ $100, 5 ഡയറക്റ്റ്, 500, ഇതേ സെയിം ക്രൈറ്റീരിയ തന്നെയുള്ളൂ. അപ്പൊ അതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വ്യക്തി നോർമലി ഇപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ $100, 5 പേരെയും കൊണ്ടുവന്നു, 5 പേരും $100 വെച്ച് ചെയ്തു കഴിഞ്ഞാൽ 10 ലെവൽ ഏൺ ചെയ്യാനുള്ള ക്രൈറ്റീരിയ ആയി കഴിഞ്ഞു. ഓക്കെ, പിന്നെ ഇനി ഫർദർ അതിന് താഴേക്ക് അൺലിമിറ്റഡ് ഡെപ്തിൽ പോകും. നമുക്ക് 10 ലെവലൊന്നല്ല നമുക്ക് വരിക. നല്ല രീതിയിൽ നമ്മൾ പ്രൊമോഷൻ ചെയ്ത് കഴിഞ്ഞാൽ 20 ലെവലിലും 50 ലെവലിലും 100 ലെവലിലും 1000ാമത്തെ ലെവലിലേക്കും ഒക്കെ ടീം പോയിട്ടുണ്ടാവും. ചിലപ്പോൾ ഒരു ലെഗ് ഭയങ്കര സ്ട്രോങ് ആയിട്ട് പോയിട്ടുണ്ടാവും. ബൈനറിയിൽ ഒരു ലെഗ് പോയാൽ ഒരു ഗുണവുമില്ല, അപ്പുറത്ത് നമ്മൾ മാച്ചിങ് ചെയ്യണം. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമുക്ക് റാങ്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഒരു ലെഗ്, ഇതിന് ശേഷം പിന്നെ ഒരു ലെഗ് പോയാലും അതിൽ നിന്ന് നമുക്ക് അത്രയും ഡെപ്തിലേക്ക് 4% മുതൽ 16% വരേക്ക് നമുക്ക് അവിടുന്നും വരുമാനമുണ്ട്. അപ്പൊ അത് 11ാമത്തെ ലെവൽ മുതൽ താഴേക്കാണ് ഈ 4 to 16 ഉണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ലെവൽ മുതലേ ഈ റാങ്ക് ഇൻകം വരുന്നുണ്ട്. അപ്പൊ ഫസ്റ്റ് ലെവലിൽ ഇപ്പൊ നമ്മൾ ഇതിന്റെ റാങ്കിൽ ഇപ്പൊ ആദ്യത്തെ റാങ്ക് സിൽവർ ആണ്, പിന്നെ ഗോൾഡ്, എമറാൾഡ്, ഡയമണ്ട്. അപ്പോൾ അതിൽ ലെവൽ 1 ഇപ്പൊ നമ്മളൊരു സിൽവർ റാങ്ക് ആണെങ്കിൽ ലെവൽ 1 നമുക്ക് 15% നമുക്ക് ലെവൽ ഇൻകം കിട്ടും. 4% അതേ വോളിയത്തിന് 4%, ടോട്ടൽ 19% ആവും. 4% റാങ്ക് ഇൻകം ആയിട്ടും കിട്ടും. അങ്ങനെ ഓരോ ലെവലിലേക്കും ഈ പറയുന്ന പെർസെന്റേജിന്റെ പുറമേക്ക് റാങ്ക് ഇൻകം കിട്ടും. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് 11ാമത്തെ ലെവൽ മുതൽ താഴേക്ക് റാങ്ക് ഇൻകം മാത്രമാവും. അപ്പൊ റാങ്കുകൾ 4 തരത്തിലുണ്ട്. അപ്പൊ ഇതേപോലെ തന്നെ മാർക്കറ്റ് പ്ലേസിൽ കുറച്ച് പെർസെന്റേജ്, ടെത്രോഷിന്റെ പെർസെന്റേജ് ആണ് മാർക്കറ്റ് പ്ലേസിൽ വരുന്നത്. 10, 3, 2 ക്രൈറ്റീരിയ ഒക്കെ സെയിം തന്നെയാണ്. 1, 1/2%, അങ്ങനെയാണ് 10 ലെവലുള്ളത്. റാങ്കിന്റെ സെയിം തന്നെയാണ്, 4 to 16% തന്നെയാണ്. അവിടെ 23% ആണ് ഡിസ്ട്രിബ്യൂഷൻ. നമ്മുടെ ഇതില് ടോവയില് നമുക്ക് 34.5% ലെവലിലും 16% റാങ്കിലും വരുന്നുണ്ട്. അപ്പൊ 50.5% നമുക്ക് ടോവ പ്ലാറ്റ്ഫോമിൽ നിന്ന് നമുക്ക് വരുന്നുണ്ട്. മാർക്കറ്റ് പ്ലേസിൽ നമുക്ക് വരുന്നത് 23% പ്ലസ് 16% ആണ്. ഓക്കെ, അപ്പൊ അവിടെ സിൽവർ റാങ്ക് ഉണ്ട്. സിൽവർ റാങ്ക്, ഗോൾഡ്, എമറാൾഡ്, ഡയമണ്ട്. പേഴ്സണലി നമുക്ക് $100, 5 ഡയറക്ട് സ്പോൺസറും $500 ഉണ്ടെങ്കിൽ നമുക്ക് 10 ലെവൽ എലിജിബിൾ ആയി. പ്ലസ് അതിന്റെ പുറമെ നമുക്ക് ഒരു $5000 കൂടി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അഡീഷണൽ ഒരു 4% കിട്ടും. നമ്മൾ സിൽവർ റാങ്ക് ആണ്. ഓക്കെ, സെയിം സിൽവർ നമ്മുടെ അതേ റാങ്കിലുള്ള ഒരു വ്യക്തി ഒരു ലൈനിൽ നമുക്ക് ഉണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ടീമിലുള്ള റാങ്ക് ഇൻകം നമ്മൾക്ക് എലിജിബിൾ ആയിരിക്കില്ല. പക്ഷെ നമ്മുടെ ഇമീഡിയറ്റ് താഴെയാണെങ്കിൽ അപ്പോഴും 10 ലെവലിലേക്കുള്ള ലെവൽ ഇൻകം നമുക്ക് എലിജിബിൾ ആയിരിക്കും. ഓക്കെ,
ഗോൾഡ് റാങ്കിലേക്കുള്ള ക്രൈറ്റീരിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടീം വോളിയം ടോട്ടൽ $25,000 വരണം. നമുക്കിപ്പോ ഇതിനോടകം നമുക്ക് ഒരുപാട് സിൽവേഴ്സും ഒരു ഡെയിലി സിൽവർ റാങ്കും ഗോൾഡ് റാങ്കും അച്ചീവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഗോൾഡ് റാങ്കിൽ നമുക്ക് 25,000 ആണ് വോളിയം. നമുക്ക് 2 സിൽവർ ലൈനുകൾ നമുക്ക് ഡിഫറെന്റ് ലൈനുകൾ നമുക്ക് ആവശ്യമാണ്. താഴെ ഇവിടെ നമുക്ക് ഡയറക്റ്റില് നമുക്ക് സിൽവർ വേണമെന്നില്ല, ഇൻഡയറക്റ്റ് ആയാലും മതി. അങ്ങനെ ആ ഒരു സിസ്റ്റത്തിൽ നമുക്ക് 8% നമ്മൾ കയറും. അപ്പൊ 8% ആണ് നമ്മൾ സെൽഫ് ഡയറക്റ്റ് ആയിട്ടുള്ള ലെഗുകളിൽ നമുക്ക് 8% ആയിരിക്കും. ഒരു സിൽവർ ലെഗ് താഴെ ഉണ്ടെങ്കിൽ ആ സിൽവറിന് 4% കൊടുത്ത് ബാലൻസ് 4% ആയിരിക്കും 8ൽ നമുക്ക് കിട്ടുന്നത്. എമറാൾഡ് റാങ്കിൽ നമുക്ക് $1 ലക്ഷം ആണ് വരുന്നത്. 2 ലൈനുകളിലായിട്ട് 2 ഡിഫറെന്റ് ലൈനുകളിലായിട്ട് 2 ഗോൾഡ് റാങ്ക് ഉണ്ടായിരിക്കണം. നമ്മുടെ അവിടെ 12% എലിജിബിലിറ്റി ആണ് നമുക്കുള്ളത്. 12% നമ്മൾ താഴെ ഒരു ഗോൾഡ് റാങ്ക് ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് 8 കൊടുത്ത് ബാക്കി 4 കിട്ടുന്നത്. വേറൊരു ലെഗിൽ നമുക്കൊരു സിൽവർ റാങ്ക് ആണ് ഉള്ളതെങ്കിൽ നമുക്ക് അവിടെ 4 കൊടുത്തിട്ട് ബാലൻസ് 8 നമുക്ക് നമ്മുടെ ഇൻകം ആയിരിക്കും. നമ്മളെക്കാട്ടും സീനിയർ ആയിട്ടുള്ള ഒരു റാങ്ക് ഉണ്ടെങ്കിൽ നമുക്ക് ആ റാങ്കിൽ നിന്ന് ഒന്നും നമുക്ക് കിട്ടില്ല, പക്ഷെ ലെവൽ ഇൻകം അപ്പോഴും നമുക്ക് ഉണ്ടാവും. ഓക്കെ. ഡയമണ്ട് റാങ്കിൽ നമുക്ക് ടീം വോളിയം 5 ലക്ഷത്തിന്റെ വോളിയം ഉണ്ടായിരിക്കണം. ടോട്ടൽ വോളിയം അക്യൂമുലേറ്റഡ് ആയിട്ടുള്ള ടോട്ടൽ വോളിയം ആണ്. അതുപോലെ 2 ഡിഫറെന്റ് ലെഗുകളിൽ നമുക്ക് എമറാൾഡ് റാങ്കുകൾ 2 എമറാൾഡ് റാങ്ക് ഉണ്ടായിരിക്കണം. അതുപോലെ ഗെറ്റ് പെയ്ഡ് അപ് ടു 16% ഫ്രം അൺലിമിറ്റഡ് ലെവൽ. ഡയമണ്ട് റാങ്ക് ആയി കഴിഞ്ഞാൽ 16%. അപ്പൊ നമ്മള് ഡയറക്റ്റ് ആയിട്ട് ഒരു വ്യക്തിനെ ആ സമയത്ത് നമ്മൾ കൊണ്ടുവരുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ലെവലിൽ നമുക്ക് 15% ഉണ്ട്, പ്ലസ് 16% കൂടി അഡീഷണൽ വരും. മാർക്കറ്റ് പ്ലേസിൽ ഇതനുസരിച്ച് 10% പ്ലസ് 16. അപ്പൊ ഇവിടെ മാർക്കറ്റ് പ്ലേസിൽ 26% ഇൻകം ഉണ്ട്, ലെവൽ ഇൻകം പ്ലസ് റാങ്ക് ഇൻകം. നേരെ മറിച്ച് ടോവയിലാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ലെവലിൽ 15% ആണ്. 15 പ്ലസ് 16 31% ആണ് അവിടെ ഒരു ഡയറക്ട് റെഫറൽ ചെയ്താൽ വരുന്നത്. ഹ്യൂജ് ആയിട്ടുള്ള ഒരു ഇൻകം പൊട്ടൻഷ്യൽ ആണ് ഇതിനകത്തുള്ളത്. അൺലിമിറ്റഡ് ഡെപ്തിൽ നമുക്ക് വരും. ഡയമണ്ട് ടു ഡയമണ്ട് റാങ്ക് വന്നാലും ആ ഡയമണ്ടിന് എപ്പോഴും ഈ പറയുന്ന 3x ലിമിറ്റിലാണ് അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എപ്പോഴും ടോപ്പ് അപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ ഓരോ തവണ നമ്മുടെ താഴെ ഒരു ഡയമണ്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സെയിം ടു സെയിം റാങ്ക് ഉണ്ടെങ്കിൽ അവർ ടോപ്പ് അപ്പ് ചെയ്യുന്ന സമയത്ത് അത്രയും റവന്യൂ നമുക്ക് ഫുൾ റവന്യൂ 31% റവന്യൂ നമുക്ക് തന്നെയായിരിക്കും നമുക്ക് വരുന്നത്. അപ്പൊ നമുക്ക് അതിൽ യാതൊരു വിധ ടെൻഷൻ ഇല്ലാതെ 1 ലെഗ് ആണെങ്കിലും ശരി 10 ലെഗ് ആണെങ്കിലും ശരി എല്ലാ ലെഗിലും നമുക്ക് ഡയമണ്ട് ഉണ്ടെങ്കിലും നമുക്ക് യാതൊരു ടെൻഷനില്ല. ഒരു റെഗുലർ ആയിട്ടുള്ള ഹെവി ആയിട്ടുള്ള ഒരു ഇൻകം നമുക്ക് ഉണ്ടാവും. അപ്പൊ ഇത്രയാണ് ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു പ്രസന്റേഷൻ. നമ്മൾ പ്രസന്റേഷൻ ചെയ്യാനുള്ള ഇതിലായിരുന്നില്ല. ഓൾറെഡി നമുക്ക് അറിയാം, നമ്മളെല്ലാവരും പ്രിയങ്കരനായിട്ടുള്ള മജീദ് സാറാണ് ഇതിൽ കണ്ടക്ട് ചെയ്യുന്നത്. നമ്മൾ അത്ര എക്സ്പേർട്ട് അല്ല ഇതിലൊന്നും. അപ്പോ മജീദ് സാറിന് തൊണ്ടയ്ക്ക് ഈ സംസാരിച്ച് കുറച്ച് ത്രോട്ട് ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് പുള്ളിക്കാരൻ റെസ്റ്റിലാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇത് ചെയ്തത്. അപ്പൊ ഇത്രയാണ് പറയാനുള്ളത്. ജോയിൻ ടുഡേ, സ്റ്റാർട്ട് അക്യുമുലേറ്റിംഗ് USDT ആൻഡ് ബിൽഡ് എ സോളിഡ് ടീം. അപ്പൊ എല്ലാവർക്കും വെൽക്കം. ഇതുവരെ റാങ്കുകൾ അച്ചീവ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും താങ്ക് യു വെരി മച്ച്, കൺഗ്രാറ്റുലേഷൻസ്. അടുത്ത റാങ്കിലേക്കും ഡയമണ്ട് എന്ന് പറയുന്ന ഒരു റാങ്ക് ഇതുവരെ ആരും അച്ചീവ് ചെയ്തിട്ടില്ല. അപ്പൊ എത്രയും പെട്ടെന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അടുത്തൊരു 2-3 മാസം കൊണ്ട് തന്നെ നമ്മൾ ഡയമണ്ട് റാങ്കുകൾ നമ്മൾ ഇവിടെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോ കൺഗ്രാറ്റുലേഷൻസ് ടു എവ്രി വൺ. താങ്ക് യു വെരി മച്ച്. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഒന്ന് ഹാൻഡ്സ് റൈസ് ചെയ്ത് കഴിഞ്ഞാൽ അൺമ്യൂട്ട് ചെയ്ത് തരാം.